ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ കടയ്ക്ക് പെയിൻ്റ് അടിക്കുന്ന ദിവസം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് പെയിൻറ്ററെ വിളിച്ചൊന്നുമില്ല, വാപ്പയും അണ്ണനും ഞാനും തന്നെ കേട്ടോ. വാപ്പ കുറച്ച് നേരം അടിച്ചപ്പോൾ വാപ്പയുടെ കാലെന്തോ ജസ്റ്റ് ഒന്ന് ഉളുക്കി. അങ്ങനെ വാപ്പ അങ്ങ് തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. പിന്നെ പൂപ്പിക്ക് ആഹാരം കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞാനും അണ്ണനും ഒന്നും നോക്കിയില്ല കേട്ടോ. നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്താലേ റെഡി ആവത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾ ചെയ്തു കേട്ടോ. പിന്നെ വാപ്പയും അണ്ണനൊക്കെ പെയിൻ്റ് അടിക്കും അതിനുള്ള എല്ലാ പണിക്കും പോകുന്നതുകൊണ്ട് അവർക്ക് സുഖമായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് റിസ്ക് എടുത്ത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് എടുത്ത് നിന്ന് ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. എനിക്കും അത് ചെയ്യണം എന്നൊരു വാശിയായിരുന്നു. ആ വാശി എന്തായാലും ഞാൻ സാധിച്ചെടുത്ത്. എൻ്റെ പൊന്നേ, ഇരുന്ന് ലാസ്റ്റ് ഓട്ടക്കാരന്മാരും മാമന്മാരും ചേട്ടന്മാരൊക്കെ വന്ന് ചോദിച്ചു, ഞാൻ പെയിൻ്ററാണോന്ന്. അവർക്കും അറിയാൻ വയ്യ. അവർ രാവിലെ മുതൽ നോക്കുമ്പോഴേ ഞാൻ ഒരേ പെയിൻ്റ് അടി തീരുന്നുമില്ല. അങ്ങനെ കുറേ അടിച്ച് കേട്ടോ. ഞാൻ കുറേ കഷ്ടപ്പെട്ട് കേട്ടോ. ചെറിയൊരു കട നോക്കണം, അല്ലെങ്കിൽ വലിയൊരു കട നോക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ചെറുതിൽ നിന്ന് നമുക്ക് വലുതിലേക്ക് അങ്ങ് എത്താമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇവിടെ വരെ എത്തി കേട്ടോ. ഞാൻ പെയിൻ്റ് അടിച്ച് കടയൊക്കെ വൃത്തിയാക്കി ടേബിളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് ടേബിളൊക്കെ കൊണ്ടിട്ട് ഇനിയും കുറച്ച് അളുകൊടുത്തുള്ള പണികൾ മാത്രമേ ഉള്ളൂ. അകത്തുള്ള സെറ്റപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് അണ്ണൻ പറയാം, നിനക്ക് വൈകി നീ കയറി പൊയ്ക്കോ എന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഇല്ല അണ്ണ, ഞാനങ്ങനെ വിട്ടു കൊടുക്കത്തില്ല, ഞാനെല്ലാം ചെയ്യുമെന്ന്. അങ്ങനെ എന്തോ പറയാം, നമ്മൾ ഭയങ്കരമായിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ വിജയം കാണുന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകും കേട്ടോ. എല്ലാവരും കൂടെ കാണണം, പ്രാർത്ഥിക്കണം. അടുത്ത വീഡിയോ കണ്ടിട്ട് ബൈ, സീ യു ഉമ്മ.